പ്രിയപ്പെട്ടവരെ, പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജീവനം പദ്ധതി പൂർണ്ണമായും ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടും ജനങ്ങളുടെ സഹായത്താൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു മാതൃക പദ്ധതിയാണ് ജീവനം പദ്ധതി. ജീവനം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഫണ്ട് സ്വരൂപിക്കൽ, ആംബുലൻസിൻ്റെ ഉദ്ഘാടനം, അതുപോലെ തന്നെ പാലിയേറ്റീവ് രോഗികളുടെ ഉല്ലാസയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യൽ തുടങ്ങി നിരവധിയായ പരിപാടികളിൽ ഞാനും പങ്കെടുക്കുകയുണ്ടായിട്ടുണ്ട്. നിരവധിയായ ആശ്വാസ പ്രവർത്തനങ്ങളാണ് ജീവനം പദ്ധതി വഴി പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും പാവപ്പെട്ടവരെ സഹായിക്കുന്ന നിരവധി പദ്ധതികൾ, പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ജീവനം പദ്ധതിക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. എല്ലാ വിജയാശംസകളും നേരുന്നു. നന്ദി. ഗ്രാമപഞ്ചായത്തിൽ ജനകീയ പങ്കാളിത്തത്തോടുകൂടി എല്ലാ ജനവിഭാഗങ്ങളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്ന തനത് പദ്ധതിയാണ് ജീവനം. ജീവനം പദ്ധതി ആരംഭിച്ച് 10 മാസ കാലയളവ് പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ നിരവധിയാർന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ ഈ പദ്ധതി വഴി ഏറ്റെടുക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ജീവനം പദ്ധതിയുടെ 2ാം ഘട്ടത്തിൽ നിരവധിയാർന്ന ക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യം വയ്ക്കുന്നത്. ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളെയും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ആരോഗ്യ പരിരക്ഷാ പദ്ധതി ഉൾപ്പെടെ ഈ ജീവനം പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കണം എന്നാണ് ഗ്രാമപഞ്ചായത്ത് വിഭാവനം ചെയ്യുന്നത്. നമസ്കാരം. പറപ്പൂക്കര പഞ്ചായത്തിൽ ജീവനം എന്ന ജനകീയ ചികിത്സാ സഹായത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കാം. കാരണം ഇവർ പറഞ്ഞു, പിന്നെ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ബിജു ചാലക്കുടി. ബിജു പറഞ്ഞിട്ടുള്ള അറിവെനിക്കൊണ്ട് ഒരുപാട് പേർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന, ചികിത്സ ആവശ്യമുള്ളവർക്ക് വേണ്ടി, അതുപോലെ തന്നെ ആരോഗ്യപരമായ കാര്യങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംഘടനയാണ് ഇത് എന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ എല്ലാ പ്രവർത്തനത്തിനുമുള്ള എല്ലാ ആശംസകളും ഞാൻ അറിയിക്കുന്നു. ഇനി ഇവർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞു. സർക്കാരിൽ നിന്ന് ലഭ്യമാകുന്ന വിവിധ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വികസനവും ക്ഷേമവും നടപ്പാക്കുക എന്നതിൽ നിന്നും വ്യത്യസ്തമായി ജനകീയ പങ്കാളിത്തത്തോടെ പഞ്ചായത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളെയും വിശ്വാസത്തിലെടുത്ത് പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കിയ തനത് പദ്ധതിയാണ് ജീവനം. വളരെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ ഈ പദ്ധതി പഞ്ചായത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളും കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ ഏറ്റെടുത്തു എന്നതിന്റെ തെളിവാണ് വെറും 8 മാസം കൊണ്ട് 22 ലക്ഷം രൂപ ജനങ്ങളിൽ നിന്നു മാത്രം സ്വരൂപിക്കാനായത്. 2022 മെയ് മാസത്തിലാണ് ജീവനം പദ്ധതി പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൽ ആരംഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വിപുലമായ സംഘാടക സമിതി യോഗം ചേരുകയുണ്ടായി. ഈ യോഗത്തിൽ സമൂഹത്തിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും പങ്കെടുത്തുകൊണ്ട് ഈ പദ്ധതിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. തുടർന്ന് ഓരോ സംഘടനകളുടെയും വിഭാഗങ്ങളുടെയും പ്രത്യേകം യോഗങ്ങൾ ചേർന്നു. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ, വിവിധ സന്നദ്ധ സംഘടനകൾ, ക്ലബ്ബുകൾ, കുടുംബശ്രീ പ്രവർത്തകർ, അങ്കണവാടി ആശാ വർക്കർമാർ, ആരോഗ്യ പ്രവർത്തകർ, സഹകരണ സംഘം പ്രസിഡന്റുമാർ എന്നിങ്ങനെ മുഴുവൻ വിഭാഗങ്ങളുടെയും യോഗം പ്രത്യേകമായി ചേരുകയും തുടർ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യുകയും ചെയ്തു. തുടർന്ന് വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ എല്ലാ വീടുകളിലും കയറിയിറങ്ങി ഒരു ജനകീയ ഫണ്ട് ശേഖരണം നടക്കുകയുണ്ടായി. 1 ലക്ഷം രൂപയിലധികം വാർഡുകളിൽ നിന്ന് ശേഖരിച്ച മെമ്പർമാർ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വിവിധ സംഘടനകൾ അവർക്ക് കഴിയാവുന്ന തരത്തിലുള്ള സാമ്പത്തിക സഹായവും നൽകുകയുണ്ടായി. പഞ്ചായത്തിൽ നടക്കുന്ന വിവിധ ആഘോഷ പരിപാടികൾക്കിടയിൽ നന്മയുള്ള നിരവധി വ്യക്തികൾ സഹായം നൽകി. വിവാഹവേദിയിലും പിറന്നാൾ വേദിയിലും മരണത്തെ തുടർന്നുള്ള ചടങ്ങുകളിൽ വെച്ചും ഗൃഹപ്രവേശ ചടങ്ങിൽ വെച്ചും ജീവനം പദ്ധതിയിലേക്ക് ജനങ്ങൾ അകമഴിഞ്ഞ സഹായം നൽകി. ആശാ വർക്കർമാർ വീടുകളിൽ നിന്ന് തുക സമാഹരിക്കുകയുണ്ടായി. ഇത്തരത്തിൽ 25,000 രൂപ വരെ ശേഖരിച്ച ആശാ വർക്കർമാരുണ്ടായി. പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ, പഞ്ചായത്ത് ജീവനക്കാർ, ആശാ അംഗൻവാടി വർക്കർമാർ, അധ്യാപകർ അവരുടെ വേതനത്തിൽ നിന്നും ഒരു നിശ്ചിത സംഖ്യ ഈ പദ്ധതിയിലേക്ക് നൽകുകയുണ്ടായി.
കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ അംഗങ്ങളിൽ നിന്നും ഒരു നിശ്ചിത സംഖ്യ ശേഖരിക്കുന്ന മാതൃകാപരമായ പ്രവർത്തനവും കുടുംബശ്രീ നടത്തി. പ്രവാസികളും നന്നായി സഹായിക്കുകയുണ്ടായി. ഇത്തരത്തിൽ സമാഹരിച്ച തുക ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ജനകീയ ചികിത്സാ സഹായ പദ്ധതി നടപ്പാക്കുന്നതിന് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയും പാലിയേറ്റീവ് കെയർ കമ്മിറ്റിയും ചേർന്നുകൊണ്ട് വ്യക്തമായ കാഴ്ചപ്പാടോടെ വിപുലമായ പദ്ധതി തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെയും മെഡിക്കൽ ഓഫീസറുടെയും പേരിലുള്ള സംയുക്ത അക്കൗണ്ട് വഴിയാണ് ജീവനത്തിന്റെ വരവ് ചെലവ് കണക്കുകൾ കൈകാര്യം ചെയ്യുന്നത്. ജീവനം പദ്ധതിയുടെ ലോഗോ പ്രകാശനം നിർവഹിച്ചത് പ്രശസ്ത സിനിമാ താരം ശ്രീ കലാഭവൻ ഷാജോണാണ്. ജീവനം പദ്ധതി വഴി ആദ്യം തന്നെ 1.5 ലക്ഷം രൂപയുടെ വിവിധ ഉപകരണങ്ങൾ പാലിയേറ്റീവ് രോഗികൾക്കായി വാങ്ങുകയുണ്ടായി. ക്യാൻസർ രോഗികൾ ഉൾപ്പെടെയുള്ളവരെ ഉല്ലാസയാത്ര കൊണ്ടുപോകുന്ന പ്രവർത്തനം ഈ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കി വരികയാണ്. എന്നാ നമുക്കൊരു ട്രിപ്പ് പോകാം എന്ന പേരിൽ നടപ്പിലാക്കുന്ന വിനോദയാത്രാ പരിപാടി ഇതിനോടകം 2 യാത്രകൾ പോയി കഴിഞ്ഞു. ആദ്യ യാത്ര പുതുക്കാട് MLA ശ്രീ KK രാമചന്ദ്രനാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്. അടുത്ത യാത്ര ഭിന്നശേഷിക്കാരോടൊപ്പമാണ്. ദേശീയ പാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത് എന്ന നിലയിൽ നിരവധി അപകടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നവരാണ് നമ്മൾ. അപകടങ്ങളിലായാലും മറ്റാവശ്യങ്ങൾക്കായാലും അത്യാവശ്യ ഘട്ടത്തിൽ ഒരു വാഹനം കിട്ടാത്ത നിരവധി അനുഭവങ്ങൾ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലും കോവിഡ് കാലത്തെ വാഹന ലഭ്യതയുടെ കുറവിൻ്റെ അനുഭവത്തിലും ഗ്രാമപഞ്ചായത്തിന് സ്വന്തമായ ഒരു ആംബുലൻസ് എന്ന സ്വപ്നം ജീവനം പദ്ധതി വഴി യാഥാർത്ഥ്യമായി. ഗ്രാമപഞ്ചായത്തിന്റെ 2ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി 10 ദിവസക്കാലം നീണ്ടുനിന്ന ആഘോഷ പരിപാടികളുടെ സമാപന യോഗത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ R. ബിന്ദു ആംബുലൻസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ബഹുമാനപ്പെട്ട പുതുക്കാട് MLA ശ്രീ KK രാമചന്ദ്രൻ പങ്കെടുത്തു. ആംബുലൻസ് വാങ്ങുന്നതിന് മാത്രമായി പഞ്ചായത്തിലെ 9ാം വാർഡ് ആലത്തൂർ സ്വദേശി ഡോക്ടർ ടെന്നിസൺ ചാക്കോ 5 ലക്ഷം രൂപയാണ് സംഭാവന നൽകിയത്. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷാണ് ഈ തുക ഏറ്റുവാങ്ങിയത്. സ്വകാര്യ ആശുപത്രികളിൽ ഡയാലിസിസ് ചെയ്യുന്ന പാവപ്പെട്ട ഡയാലിസിസ് രോഗികൾക്ക് ജീവനം പദ്ധതിയുടെ പേരിൽ തന്നെയാണ് ആഴ്ചയിൽ 1000 രൂപ ധനസഹായം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഘട്ടം പൂർത്തീകരിക്കുമ്പോൾ ചുരുങ്ങിയ സമയത്തിൽ ഇത്രയേറെ കാര്യങ്ങൾ ചെയ്യാനായി എന്നത് ജനങ്ങളുടെ സഹായം കൊണ്ടും ഗ്രാമപഞ്ചായത്തിന്റെ ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിന്റെയും ഭാഗമായാണ്. ജീവനം പദ്ധതി 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വ്യാപാരികളെ ഉപയോഗപ്പെടുത്തി എല്ലാ സ്ഥാപനങ്ങളിലും കടകളിലും സംഭാവന ശേഖരിക്കാനുള്ള ബോക്സുകൾ സ്ഥാപിക്കുകയാണ്. വ്യാപാരികൾ നേരത്തെ തന്നെ ജീവനത്തിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചവരാണ്. 2ാം ഘട്ടത്തിൽ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് രോഗികളായ പാവപ്പെട്ടവർക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നതാണ്. ക്യാൻസർ രോഗികൾ, ഡയാലിസിസ് ചെയ്യുന്നവർ, മറ്റ് ഗുരുതര രോഗം ബാധിച്ചവർ എന്നിവർക്ക് പെൻഷൻ മാതൃകയിൽ ചികിത്സ സഹായം നൽകുകയാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. അതോടൊപ്പം പഞ്ചായത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും വേണ്ടി ഒരു ആരോഗ്യരക്ഷാ പദ്ധതി കൂടി തയ്യാറാക്കുകയാണ്. കൂടാതെ ഇൻഷുറൻസ് മാതൃകയിൽ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയും ആലോചനയിലുണ്ട്. ജീവനം പദ്ധതി വഴി ഈ വർഷം നമ്മൾ ഏറ്റെടുക്കുന്ന മറ്റൊരു പ്രവർത്തനമാണ് ഫിസിയോതെറാപ്പി സെന്റർ. ഇന്ന് പലരും വലിയ തുക ഫീസ് നൽകിക്കൊണ്ടാണ് സ്വകാര്യ സംവിധാനങ്ങളെ ആശ്രയിച്ച് ഫിസിയോതെറാപ്പി ചികിത്സ നടത്തുന്നത്. എന്നാൽ നമുക്ക് സ്വന്തമായി സൗജന്യ നിരക്കിൽ ഇനിയൊരു സംവിധാനം ജീവനം പദ്ധതി വഴി ഒരുക്കണം.